ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതിലൊക്കെ റീൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അത് ഡ്രാഫ്റ്റിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എഡിറ്റിംഗ് ഒക്കെ പകുതിക്ക് വെച്ചിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റിലോട്ട് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രാഫ്റ്റിൽ വെറുതെയും വെക്കാവുന്നതാണ്. എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റീൽ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ റീൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നമുക്ക് റീൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്താൽ താഴത്ത് ഒരു ഡൗൺലോഡ് ടൈപ്പ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവ് ടു ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അത് സേവ് ചെയ്യുക. അപ്പം സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി നമുക്ക് ഡ്രാഫ്റ്റിൽ പിന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ ഡ്രാഫ്റ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ വീണ്ടും ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് റീൽ സെലക്ട് ചെയ്യുകയാണ്. റീൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു റീൽ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ക്യാപ്ഷന് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആൾക്കാരെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു റീൽ ഷെയർ ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് ഡ്രാഫ്റ്റിലോട്ട് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.